നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് രേവതിയോട് സച്ചി പറഞ്ഞു, അതെ ഇനിയിപ്പൊ അരുണിന്റെ ദേവിന്റെ വിവാഹക്കാര്യത്തെ കുറിച്ച് നീ ചിന്തയ്ക്കോ പോലും വേണ്ട, എനിക്ക് അതിന് സമ്മതമല്ലാന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് കയറിപ്പോയി. രേവതിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയം ചന്ദ്രമതി ആകെ പഴയ ടെൻഷൻ അടിച്ച് മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. നാളെ തന്റെ പിറന്നാളാണ്. ഈ വീട്ടില് ആർക്കും ഒരു ഓർമ്മയില്ലാന്ന് തോന്നേ. രവിയേട്ടൻ പോലും മറന്ന മട്ടിലാണ്. രവീന്ദ്രൻ ആണെങ്കിൽ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുധി തൊട്ടടുത്ത് തന്നെ ലാപ്ടോപ്പിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവർക്ക് ആർക്കും ഒരു ഓർമ്മയില്ലാന്ന് തോന്നേ. ഓർക്കുന്നുണ്ടോ ഇനിയിപ്പം മറന്നിട്ടില്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു സൂത്രമുണ്ട്. നേരെ ചന്ദ്രമതി രവീന്ദ്രന്റെ അടുത്തേക്ക് ഇന്നു. എന്നിട്ട് ചോദിച്ചു, രവിയേട്ടാ നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? എന്ത്? അല്ല നാളെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എവിടെ പോകാനായിട്ട്? നാളെ പ്രത്യേകിച്ച് ഒരിടത്തും പോകാനില്ലെന്ന് പറഞ്ഞു. ഓ അപ്പൊ അങ്ങനെയാണ്. ചന്ദ്രമതിക്ക് ആകെപ്പാടെ വിഷമമായി. വീണ്ടും ചന്ദ്രമതി ചോദിച്ചു, അല്ല രവിയേട്ട നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നാളത്തെ ദിവസത്തിന്റെയോ? നാളത്തെ ദിവസം ഓ നാളെയാണ് കറണ്ട് ബില്ല് അടിക്കണ്ടേ. ഇപ്പോഴെങ്കിലും നീ ഓർമ്മിപ്പിച്ച് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെന്ന് പറഞ്ഞു. ഓ കറണ്ട് ബില്ല്. അപ്പോഴേക്ക് സുധിയോട് ചന്ദ്രമതി ചോദിച്ചു, നിനക്കും ഓർമ്മയില്ലടാ. നാളെയോ? നാളെ എന്താ? ഓ നാളെയാണ് ശ്രുതി പാർലർ ഉദ്ഘാടനം ചെയ്ത ദിവസം. ഓ അപ്പൊ അതിന്റെ വാർഷികമാണ്. ഓ അവന്റെ ശ്രുതി ഒരു പാർലറും. ഇതുവരെയായിട്ട് നീ അത് വിട്ടില്ലേ? അല്ല അമ്മ എന്താ ഉദ്ദേശിക്കണേ? എടാ വേറൊരു ദിവസം നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു. ഇങ്ങനെ ആലോചിക്കണം, നാളത്തെ ദിവസത്തിന് എന്താ ഒരു പ്രത്യേകത? ഇനി ശ്രുതിയുടെ വല്ല പിറന്നാളാണോ? അതവളുടെ 28-ാം തീയതി ആണല്ലോ. ഓ അപ്പൊ അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അത് പിന്നെ അമ്മേ സ്വന്തം ഭാര്യയുടെ പിറന്നാൾ ആരെങ്കിലും മറന്നു പോകുമെന്ന് ചോദിച്ചു. ചന്ദ്രമതിക്ക് അതോടെ കേട്ട് കഴിഞ്ഞപ്പോ ദേഷ്യ സങ്കടമായി. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അതല്ലേലും അങ്ങനെയാണല്ലോ. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്ര, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. നീ എന്താന്ന് വെച്ചാ പറ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ പറ. ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞ. ഓ ഈ അമ്മയുടെ ഒരു കാര്യം, മനുഷ്യന് ഇത്ര സമയം കളഞ്ഞെന്ന് പറഞ്ഞു. ചന്ദ്രമതി അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോ സുധി രവീന്ദ്രനോട് പറഞ്ഞു, അല്ലെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഓർത്തു വെക്കണം. ഏതൊക്കെയാന്ന് വെച്ചാൽ ഈ EMI അടയ്ക്കേണ്ട ദിവസം, പിന്നെ നമ്മൾ ആരോടെങ്കിലും പണം കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ദിവസം, ഇല്ലെങ്കിലുണ്ടല്ലോ അവൻ നമ്മുടെ കഴുത്തിന് വന്ന് കുത്തിപ്പിടിക്കും. ഈ ഡേറ്റുകളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ദിവസങ്ങളാ. ഇത്ര സമയം വെറുതെ വേസ്റ്റ് ആക്കി അമ്മ അത്രയും ജോലി ചെയ്ത് തീർക്കാരെന്ന് പറഞ്ഞു. ആ സമയത്ത് അടുക്കളയിൽ കയറി ജ്യൂസ് ഉണ്ടാക്കുവാണ് വർഷ ജ്യൂസ് ഉണ്ടാക്കുന്ന ശ്രീകാന്ത് കണ്ടു. ദൈവമേ പണിയായോ? ശ്രീകാന്ത് ഓടി രേവതിയുടെ സച്ചിയുടെ അടുത്തേക്കുന്നു. രേവതി ചേച്ചി ഓടി വാ. എന്താ? അതെ അവിടെ വർഷ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. എന്ത് ജ്യൂസ്? ഓറഞ്ച് ജ്യൂസാ. ഓറഞ്ച് ജ്യൂസ് അല്ലേ? അത് കുഴപ്പമില്ലടാ ശ്രീകാന്ത്, കുടിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ലോ എന്ന് സച്ചി പറഞ്ഞു. അതല്ല സച്ചിയേട്ടാ, ചിലപ്പോൾ അവളെ കുഞ്ഞിനെ കളയാനായിട്ടുള്ള എന്തേലും പൊടി അതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ചേർക്കോളും. പിന്നെ അവളുടെ സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാ സച്ചിയേട്ടൻ. ഇപ്പോഴും അവൾക്ക് ആ കുഞ്ഞിനോട് താല്പര്യമില്ല. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, നമുക്ക് നോക്കാം. രേവതി അടുത്ത് എന്തേലും ഒരു മാർഗം കാണിച്ച് ആ ജ്യൂസ് ഒന്ന് കളയാൻ നോക്ക. ശരി ഞാൻ ഏറ്റു, നീ വരാൻ പറഞ്ഞു. അങ്ങനെ അവർ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ടുണ്ടാക്കി ജ്യൂസ് കുടിക്കാൻ തുടങ്ങുകയാണ് വർഷ. അപ്പോഴേക്കും രേവതി എந்திരിച്ചു, വർഷേ നീ ഓറഞ്ച് എവിടെ നിന്നെടുത്തേ? ഫ്രിഡ്ജിൽ നിന്ന്. ഓ അത് പഴയ ഓറഞ്ച് ആയിരുന്നു അവിടെ ഇരുന്നത്. നീ അതെടുത്താണ് ജ്യൂസ് ഉണ്ടാക്കിയത്. അത് കൊള്ളത്തില്ല. അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലോ, നല്ല ഓറഞ്ച് ആയിരുന്നല്ലോ. അല്ല നീ തിളപ്പിച്ചാർച്ച വെള്ളമാണോ എടുത്തേ? അല്ല പച്ചവെള്ളം. നീ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ തിളപ്പിച്ചാർച്ച വെള്ളം വേണം കുടിക്കാനായിട്ട്, അല്ലെങ്കിൽ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് കേടാ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നീ ആ ജ്യൂസ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്താ ചേച്ചി നീ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞോണ്ട് അത് മേടിച്ച സിങ്കിനകത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. നിനക്ക് ഞാൻ ABC ജ്യൂസ് ഉണ്ടാക്കി തരാം, അത് കുടിച്ചാൽ മതി. ചേച്ചി ഞാന് ശ്രീകാന്തെ നീ ഇവളെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയിക്കോ മുറിയിലേക്ക് എന്ന് പറഞ്ഞു. വാ വർഷയെന്നും പറഞ്ഞോണ്ട് ശ്രീകാന്ത് വർഷയെ വിളിച്ചോണ്ട് മുറിയിലേക്ക് പോയി. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, കൊള്ളാം നിന്റെ ബുദ്ധി ആ സമ്മതിച്ചു തന്നിരിക്കുന്നത് രേവതിയോട് പറഞ്ഞു. രേവതി ചോദിച്ചു, അല്ല അപ്പൊ സച്ചിയേട്ടൻ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? എന്ത് ദേഷ്യം? അല്ല ഞാൻ സച്ചിയേട്ടനോട് പറയാതെ വീട്ടിലേക്ക് പോയത്. ഓ അതാണോ? അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു. അല്ലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ഒത്തിരി സമയമൊന്നും പിണക്കം വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കൂടിപ്പോയിട്ടുണ്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം, അതിൽ കൂടുതലും പോയിട്ടുണ്ടെങ്കിലേ അവരുടെ കുടുംബ ജീവിതം തന്നെ തകർന്നു പോകുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്ക് ചെറിയ ചിരിയൊക്കെ വന്നു. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ആകെപ്പാട് ടെൻഷനായി. ചന്ദ്രമതി എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോഴേക്ക് സുധി വന്നിട്ട് ചോദിച്ചു, എന്താ ഒരു വിഷമം പോലെ? പിന്നെ എനിക്കൊരു വിഷമമൊന്നുമില്ല. അല്ല രാവിലെ ഒരു ചായ കിട്ടുന്ന അവളിത് എവിടെ? രേവതി ഒരു ചായ ഇങ്ങെടുത്തോണ്ട് ഞാൻ പറഞ്ഞ അലറുവാണ്. അത് കേട്ടോണ്ട് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, രേവതി ഇവിടെ ഇല്ല, പുറത്ത് പോയേക്കോ.
ഓഹോ, അവള് രാവിലെ തന്നെ ചുറ്റി അടിക്കാൻ പോയല്ലേ? അവളും കൂടെ വട്ടെ കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അതൊക്കെ ചോദിക്കാനായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉം, അവളുടെ ഭർത്താവ് ചോദിക്കില്ല, പിന്നെ രവി അണ്ണാലും ചോദിക്കത്തില്ല. അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തല്ലേ ഉള്ളൂ. എന്നിട്ട് അവൻ എന്തിയെ? അതെ, സച്ചിയും കൂടെ കൂടെയാ പോയേക്കുന്നേ. എവിടെ പോയതാ? അതൊന്നും അറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിക്കാനും പോയില്ല എങ്ങോട്ടാന്ന്. സുധി പറഞ്ഞു. ഹാ, കണ്ടില്ലമ്മേ, രണ്ടുപേരും കൂടെ ചുറ്റിയടിക്കാൻ പോയേക്കുന്നേ. അത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, നീ കൂടുതൽ എന്നോട് അടുത്തിരിക്കണ്ട, അങ്ങ് നീങ്ങിയിരിക്കടാ. എന്താ അമ്മ എന്നോട് ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെട്ടോ നിന്നോട് ഞാനോ? മര്യാദയ്ക്ക് അങ്ങ് നീങ്ങിയിരിക്കാല്ലേ പറഞ്ഞേ. ചന്ദ്രമതിക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. തന്റെ പിറന്നാൾ ആരും ഓർത്തില്ലല്ലോ എന്നൊരു ടെൻഷനൊക്കെ ആയിരുന്നു ചന്ദ്രയുടെ മനസ്സിൽ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, കണ്ടാൽ അറിഞ്ഞുകൂടെ അവർ ക്ഷേത്രത്തിൽ പോയതാന്ന്. ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്ക് സച്ചി രേവതി കൂടെ ഹാപ്പി ബർത്ത്ഡേ അമ്മയെന്ന് പറയണം. ഒരു നിമിഷം ഞെട്ടിപ്പോയി ചന്ദ്രമതി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെ, അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. ഇന്ന് അമ്മയുടെ പിറന്നാളല്ലേ, അത് മാത്രമല്ല അമ്മയ്ക്ക് വേണ്ടി അർച്ചന കഴിപ്പിച്ച ഇതേ പ്രസാദം എന്ന് പറഞ്ഞു. അതങ്ങ് നീട്ടിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും സച്ചി ഇച്ചിരി പ്രസാദം എടുത്ത് ചന്ദ്രയുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു. ചന്ദ്രമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, ഞാൻ കരുതി എൻ്റെ പിറന്നാൾ എല്ലാവരും മറന്നു കാണുമായിരിക്കുന്നു. എനിക്ക് ആകെപ്പാടെ വിഷമമുണ്ടായിരുന്നു. നിങ്ങളെങ്കിലും ഓർത്ത് വെച്ചല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് സുധി പറഞ്ഞു, അയ്യോ, അമ്മയുടെ പിറന്നാൾ ഇന്നായിരുന്നോ? ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് പോടാ അവിടുന്ന്. നീ നിന്റെ ഭാര്യയുടെ പിറന്നാള്, അവളുടെ പിറന്നാൾ നീ മറന്നു പോയിട്ടൊന്നുമില്ലല്ലോ, ഓർത്ത് വെച്ചില്ലേ? എൻ്റെ പിറന്നാളാ നീ മറന്നുപോയതല്ലേ? ഈ സമയം സച്ചി പറഞ്ഞു, അമ്മയുടെ പിറന്നാൾ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. കാരണം അമ്മ ഞങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ടല്ലേ. അമ്മയുടെ പിറന്നാൾ മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുണ്ടോയെന്ന് ചോദിച്ചു. അത് ചന്ദ്രയുടെ മനസ്സിൽ കൊണ്ടു. ആ സമയം രവീന്ദ്രനോട് ചന്ദ്രമതി ചോദിച്ചു, എന്നാലും രവിയേട്ടൻ മറന്നുവല്ലേ? ഞാൻ മറക്കാനോ? നല്ല കഥയായി. അതെ, ഇവർ ക്ഷേത്രത്തിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടാ പോയത്. ഞങ്ങൾ മൂന്നുപേരും കൂടെ പ്ലാൻ ചെയ്തേ ചില കാര്യങ്ങളൊക്കെ. ഇവര് നിനക്ക് വേണ്ടി എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്, സർപ്രൈസും കാര്യങ്ങളും. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെ. സച്ചി പറഞ്ഞു, ഇനിയിപ്പോൾ ഒരുക്കങ്ങളാ, ഞങ്ങൾ അതിന് പേര് തയ്യാറെടുക്കട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയി. അപ്പോഴേക്ക് സുധി പറഞ്ഞു, അമ്മ ഞാനും കൂടെ അങ്ങോട്ട് കുറച്ച് ജോലിയുണ്ട്, ഒന്ന് പോടാ കയറി എന്ന് പറഞ്ഞു. സുധി കയറി പോയി കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിച്ചു, നീ എന്താ വിചാരിച്ചോണ്ടിരുന്നത്? ഞാൻ മറന്നുപോയെന്നോ? ഞാൻ കരുതി അങ്ങനെയായിരിക്കും. അതെ, ഇതൊക്കെ മറന്നു പോയിട്ടുണ്ട്, പിന്നെ ഞാനുണ്ടോ ചന്ദ്രേ? നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ രവീന്ദ്രനെ നോക്കി. അതെ, നിന്റെ പിറന്നാൾ ഞാൻ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, എന്റെ മരണം വരെ ഞാൻ നിന്റെ കൈ പിടിക്കും എന്നുള്ള ആ ഒരു വാക്ക്, അതാണ് നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്റെ സമ്മാനം എന്ന് പറഞ്ഞു. പിന്നെ നീ എപ്പോഴും സച്ചിയും രേവതിയും കുറ്റപ്പെടുത്തുമല്ലോ. ഞാൻ അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമല്ലോ. ഇപ്പൊ അതിന് കാരണം മനസ്സിലായോ? ഇതാണ് അതിനുള്ള കാരണം എന്ന് പറഞ്ഞു. അവര് മറ്റുള്ളവരെ അകവഴിഞ്ഞ് സ്നേഹിക്കും, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. ചന്ദ്രമതിക്ക് മനസ്സിലായി. ചന്ദ്രമതിയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായി. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഈ ചിരി എന്നും മായാതെ നിൽക്കണം അവിടെ, അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷ സിറ്റോട്ട് നിൽക്കുമ്പോൾ ശ്രീകാന്തം കൂടി ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അതെ, ഇന്ന് അമ്മയുടെ പിറന്നാളാ, അമ്മയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അത് വേണം, ശ്രീകാന്തിന് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോഴാണ് സച്ചിയുടെയും രേവതിയുടെയും വരവ്. അപ്പോഴേക്ക് സച്ചി വെച്ചു, അപ്പൊ നീ പിറന്നാളും മറന്നിട്ടില്ലല്ലേ? അങ്ങനെ മറക്കാൻ പറ്റുമോ? എങ്കിൽ മറന്ന ഒരാൾ ഇവിടെ ഉണ്ട്, അതാരാ? സുധിയേട്ടനായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അല്ല, സച്ചിയേട്ടൻ രേവതി ചേച്ചിയും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയോന്ന് ചോദിച്ചു. അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതി അവിടെ മറിഞ്ഞു നിന്നു. പിന്നെ അതൊക്കെ എപ്പോഴേ വാങ്ങി? നേരത്തെ വാങ്ങി വെച്ചോ? എന്താ വാങ്ങിയത്? അതൊക്കെ സർപ്രൈസാ, അതൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അല്ല, അമ്മയുടെ പിറന്നാൾ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ വേണമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും അടിച്ചു പൊളിക്കണം. ശ്രീകാന്ത് പറഞ്ഞു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഒരു കാര്യം ചെയ്യാം, അലങ്കരിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ മേടിച്ചു വെച്ചിരിക്കുക. എങ്കിലൊരു കാര്യം ചെയ്യാം, കേക്ക് ഓർഡർ ചെയ്യട്ടെ എന്ന് വർഷ ചോദിച്ചു. കേക്കൊക്കെ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഫുഡിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഫുഡോ? അതൊക്കെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, നിങ്ങളൊന്നും വന്നാൽ മാത്രം മതി. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, ഓഹോ, ഇതിപ്പോ നിങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ, അമ്മയുടെ മക്കളെല്ലാം ഞാനും, അപ്പൊ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതെ, അമ്മയുടെ മക്കള് നീയും സുധിയും മാത്രമാണ്, എന്നെ കണക്കിൽ പോലും കൂട്ടിയിട്ടില്ല. ഇതെല്ലാം ചന്ദ്രമതി കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ കണക്കിലില്ല. അമ്മ എപ്പോഴും പറയുന്ന അമ്മയ്ക്ക് 2 മക്കളുള്ളതെന്നാ പറയണേ. പക്ഷെ എനിക്ക് എത്രയെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ അമ്മയല്ലാതെ ആകുന്നില്ലല്ലോ. അമ്മ എന്നെ കണക്ക് കൂട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അമ്മ എൻ്റെ അമ്മയായിട്ടാ കാണുന്നേ. അതിന് മാറാനും പോകുന്നില്ല. എനിക്ക് നിങ്ങളെപ്പോലെയൊക്കെ ആഗ്രഹമുണ്ട് അമ്മയുടെ മടിയിൽ കിടക്കണം എന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും നടക്കില്ല. അതുകൊണ്ട് എൻ്റെ സന്തോഷം, അമ്മയോടുള്ള സ്നേഹം എനിക്ക് ഇങ്ങനെയൊക്കെ അറിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പിറന്നാൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാന്ന് പറയണേ. സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നപ്പോൾ രേവതി പറഞ്ഞു, ദേ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? ബാ, നമുക്കൊന്ന്
എല്ലാം സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന ചന്ദ്രമതിക്ക് ആകെപ്പാടെ വിഷമം. സച്ചിയുടെ വാക്കുകൾ എന്നെ അമ്മ കണക്കി പോലും കൂട്ടിയിട്ടില്ലാന്ന്. എത്രമാത്രം അവന്റെ മനസ്സിന് വേദന ഉണ്ടെന്ന് ഉള്ള കാര്യം ചന്ദ്രമതി തിരിച്ചറിയുകയാണ്. സച്ചിയുടെ സ്നേഹവും തന്നെയുള്ള അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനിയിപ്പോൾ ചന്ദ്രമതിയുടെ മനസ്സിന് മാറ്റം ഉണ്ടാവുമോ, ചന്ദ്രമതി സച്ചിയെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് നമുക്ക് കണ്ടറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.